ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. റമദാൻ സ്പെഷ്യലായിട്ട് ഒരു ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉമ്മ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ഗൈസ്. അതിലൊന്നാണ് കട്ട്ലേറ്റ്. അപ്പോൾ അതിൽ ബീഫായിട്ടും ചിക്കനായിട്ടൊക്കെ ചേർക്കാറുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചിക്കൻ വെച്ചിട്ടാണ്. അത് ഈസിയാണ്, ബട്ട് ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഉമ്മെല്ലാം നേരത്തെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു മീഡിയം സവാളയാണ്, ഒരു 3 എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, ഇത് ചെറിയ 3 വെളുത്തുള്ളി അരിഞ്ഞതാണ്. പിന്നെ ഇത് ഇഞ്ചിയാണ്, ഒരു ചെറിയ പീസ്, ഏകദേശം ഇത്രയും വരുന്നൊരു പീസ്. പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ട്, നമ്മൾ കുറച്ച് കൂടുതൽ ചിക്കൻ ഇടാറുണ്ട്. പിന്നെ ഇതൊരു വലിയ ഉരുളക്കിഴങ്ങിൻ്റെ ഹാഫ് പോർഷൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ മല്ലിയിലയും കൂടെ ഉണ്ട്, നേരത്തെ പറഞ്ഞപ്പോൾ അത് വിട്ടുപോയി. അപ്പോൾ ഇത് കുറച്ച് നമുക്ക് ഇതും ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. ചിലവർക്ക് ആ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അത് നമുക്ക് വളരെ കുറച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, കൈയളവ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒറ്റൊരു കയ്യിൽ ഇങ്ങനെ ഒരു പിടിക്ക് അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ വേവിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളവും പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇത് നാട്ടിലെ ചിക്കൻ പോലെയല്ല ഗൈസ്, ഇതൊരു 5 മിനിറ്റിൽ വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഇത് വേവിക്കട്ടെ. അപ്പോൾ ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കറി മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് നന്നായിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ട് ഈ മിക്സിലേക്ക് ചേർക്കണം. പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് ഇടുന്നതിന് മുൻപ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഗൈസ്. പിന്നെ ലാസ്റ്റ് നമുക്ക് മല്ലി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് എല്ലാം സെറ്റായിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു മിക്സ് ചൂടാറിയതിന് ശേഷം ഇതേപോലെ ബോൾസ് ആക്കാം. നമ്മൾ ആ ടോട്ടൽ മിക്സിന് ഹാഫ് മാത്രമേ ഇപ്പോൾ എടുത്ത് പൊരിക്കുന്നുള്ളൂ, ബാക്കി നാളെ ആയിരിക്കും ഗൈസ് പൊരിക്കുന്നത്. എന്നിട്ട് ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ ആദ്യം മുട്ടയിൽ ഡിപ്പ് ചെയ്യുക, പിന്നെ റസ്കിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് അങ്ങനെ കവർ ചെയ്തെടുക്കണം ഗൈസ് ആ ഒരു റസ്കിൻ്റെ പൊടി. ചിലവർക്ക് റസ്ക് ഒരുപാട് ഇട്ടിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്, ചിലവർ കുറച്ചേ ഇടുള്ളൂ. നമ്മൾ ഒരു മീഡിയം രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇത് നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ്. ചിലവർ സൺഫ്ലവർ ഓയിലൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ കോക്കനട്ട് ഓയിലാണ് ഗൈസ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ റമദാൻ സ്പെഷ്യലായ ചിക്കൻ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ഈസി റെസിപ്പിയാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ടാറ്റാ.